ഹായ് ഓൾ, വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മളിന്ന് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, മസ്റ്റായിട്ടും കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം എന്താണ് ഡിമാൻഡ് എന്ന് നോക്കാം. ഡിമാൻഡ് ഈസ് എ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. എക്കണോമിക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിമാൻഡിനെ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഡിസയർ ഒരു ഡിസയറാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ്. ദെൻ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അത് മാത്രം പോരെ, എന്തൊക്കെ വേണം? വില്ലിങ്നെസ് ടു പേ ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം, അതുപോലെ തന്നെ പേ ചെയ്യാനുള്ള കഴിവ്, എബിലിറ്റി ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു ഡിമാൻഡായിട്ട് നമുക്ക് എക്കണോമിക്സിൽ കണക്ക് കൂട്ടുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഇതാണ് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ. നെക്സ്റ്റ് ലോ ഓഫ് ഡിമാൻഡാണ്. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ആൽഫ മാർഷലാണ് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ആൻഡ് അറ്റ് ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ നോക്കുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പം ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഓക്കെ, ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരും. അതേസമയം ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഓക്കെ, സോ ഈ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ, ഗ്രാഫൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് നോക്കാം. ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് the table or chart showing the quantities of commodity demanded at different prices at particular time in a particular market. ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ഒരു കമ്മോഡിറ്റി എത്രത്തോളം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു ടേബിളായിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. ഫസ്റ്റ് ഒരു പ്രൈസ് കാണിക്കും, നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കാണിക്കും. പ്രൈസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് ഷെഡ്യൂൾ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു ടേബിളായിട്ട് കാണിക്കുന്നതിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഷെഡ്യൂൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ഇനി ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാത്രം ഡിമാൻഡ് കണക്കാക്കുന്നതാണ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ ഡിമാൻഡിന് വരുന്ന ചേഞ്ചസ് ഒരു ടേബിളിൽ എഴുതി കാണിക്കുമ്പോൾ അതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയും. അതേസമയം ഒരു മാർക്കറ്റിലുള്ള എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ഡിമാൻഡിൽ വരുന്ന വ്യത്യാസം കാണിക്കുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ആ മാർക്കറ്റിലുള്ള ടോട്ടൽ കൺസ്യൂമേഴ്സിൻ്റെ ടോട്ടൽ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് കാണിക്കുന്ന ഷെഡ്യൂളാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, ഇനി ഈ ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് കോളം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ് ആണ്. തേർഡ് കോളം മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റിൽ നമുക്ക് കാണാം 5, 10, 15, 20, 25 അങ്ങനെ 5 മുതൽ 25 വരെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ. അപ്പം സ്വാഭാവികമായിട്ടും ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ഡിമാൻഡ് എന്ത് സംഭവിക്കണം? കുറയണം. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നെക്സ്റ്റ് കോളത്തിലെല്ലാം കാണിച്ചിരിക്കുന്ന 5 ഇൻഡിവിജ്വൽസിൻ്റെ ABCDE എന്ന് പറയുന്ന 5 ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡുകളാണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളാണ്. ഓക്കെ, അപ്പം എയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളുണ്ട്, ബിയുടെ ഉണ്ട്, സിയുടെ ഉണ്ട്, ഡിയുടെ ഉണ്ട്, ഇയുടെ ഉണ്ട്. പലരുടെയും ഡിമാൻഡിൻ്റെ എമൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പം എയുടെ കേസിൽ 5 ആണെങ്കിൽ ബി 6 ആണ് അല്ലേ. അതേസമയം ആ ഡിമാൻഡ്
കുറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളുടെ എ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് നോക്കാം. പ്രൈസ് 5 ആയിരുന്നപ്പോൾ ഡിമാൻഡ് 5 തന്നെയുണ്ട്. പ്രൈസ് 5-ൽ നിന്ന് 10-ലേക്ക് കൂടിയപ്പോൾ ഡിമാൻഡ് 5-ൽ നിന്ന് 4-ലേക്ക് കുറഞ്ഞു. എഗെയിൻ 10-ൽ നിന്ന് 15-ലേക്ക് പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് 4-ൽ നിന്ന് 3-ലേക്ക് കുറഞ്ഞു. ദെൻ 15-ൽ നിന്ന് 20-ലേക്കും 20-ൽ നിന്ന് 25-ലേക്കും പ്രൈസ് കൂടുമ്പോൾ 3, 2, 1 എന്ന് പറഞ്ഞ് നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു തന്നെ വരികയാണ്. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും ലാസ്റ്റ് കോളം മാർക്കറ്റ് ഡിമാൻഡാണ്, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. അപ്പോൾ ഈ മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ 5 ഇൻഡിവിജ്വലിൻ്റെയും ഇൻഡിവിജ്വൽ ഡിമാൻഡുകൾ കൂട്ടി എഴുതിയതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. 5, 6, 5, 6, 8 കൂട്ടി 30 എന്ന് പറയുന്ന പോലെ ഓരോ പ്രൈസിലും ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡുകൾ ടോട്ടൽ ചെയ്തിട്ട് മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും കൂടെ കൂടിയ രണ്ടും കൂടി ഒന്നിച്ച് കാണിച്ചിരിക്കുന്ന ഒരു ഷെഡ്യൂളാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും കാണിക്കാം, ഒന്നിച്ചായിട്ടും കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇനി നെക്സ്റ്റ് ഡിമാൻഡ് കേർവ് ആണ്. ഇപ്പം നമ്മൾ ഷെഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കേർവ് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഡിമാൻഡ് കേർവിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, നമ്മൾ വരച്ച ഷെഡ്യൂളുമായിട്ടൊരു ബന്ധവുമില്ല, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഡിമാൻഡ് കേർവിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിലായിരിക്കും, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആവണം നിർബന്ധമില്ല, ഒരു കേർവ്ഡ് മോഡൽ ആവാം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവാം. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ദെൻ നമുക്കിവിടെ ഈ ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് Q1, Q2, Q3 എന്ന് പറയുന്നതെല്ലാം ക്വാണ്ടിറ്റി ഡിമാൻഡും P1, P2, P3 എല്ലാം പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് P1-ലുണ്ടാകുമ്പോൾ, P1 എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ പ്രൈസ് ഏറ്റവും ഹയസ്റ്റിലുണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി Q1 ആണ് അതിൻ്റെ നേരെ വരുന്ന ക്വാണ്ടിറ്റി, കണ്ടോ? അപ്പം പ്രൈസ് ഏറ്റവും കൂടുതലുണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഏറ്റവും കുറവാണ്. പ്രൈസ് വീണ്ടും P1-ൽ നിന്ന് P2-ലേക്ക് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിച്ചു? Q1-ൽ നിന്ന് Q2-ലേക്ക് ഇൻക്രീസ് ചെയ്തു, അല്ലേ? പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ അഗെയിൻ P2-ൽ നിന്ന് P3-ലേക്ക് പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി Q2-ൽ നിന്ന് Q3-ലേക്ക് ഇൻക്രീസ് ചെയ്തു. സോ ഇതാണ് ഡിമാൻഡ് കേർവ് വരയ്ക്കുന്ന ഒരു മോഡൽ, ഇങ്ങനെയാണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. ഇതിനെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നുകൂടെ പറയും. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ ഫാക്ടർ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റിയാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രൈസ് ഡിമാൻഡിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. എന്നാൽ പ്രൈസ് മാത്രമല്ല ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്, വേറെ പല ഫാക്ടേഴ്സും കൂടി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ കമ്മോഡിറ്റിയുടെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്കതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചിലത് നെസസറി ഗുഡ്സാണ്, ചിലത് ലക്ഷറി ഗുഡ്സാണ്, ചിലത് പ്രസ്റ്റീജ് ഗുഡ്സാണ്, ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഗുഡ്സിനെയാണ് നെസസറി ഗുഡ്സ് എന്ന് പറയാം. അതായത് ഇപ്പം കുറച്ച് പ്രൈസ് കൂടിയാലും ഇത്തിരി കുറഞ്ഞാലും എല്ലാം നമ്മൾ നമ്മുടെ ആവശ്യത്തിനത് വാങ്ങും. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നെസസറി ഗുഡ്സ് എന്ന് പറയുക. അത് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ വാങ്ങുകയുള്ളൂ, വെറുതെ വാങ്ങി സൂക്ഷിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ അരിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വാങ്ങും. അപ്പം ചെറുതായിട്ട് പ്രൈസ് കൂടിയാലോ ചെറുതായിട്ട് പ്രൈസ് കുറഞ്ഞാലോ നമ്മളത് കൂടുതലായിട്ട് വാങ്ങുകയോ എന്നാൽ വാങ്ങാതിരിക്കുകയോ ചെയ്യില്ല, അല്ലേ? അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നെസസറി ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം നെസസറി ഗുഡ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓൾവേസ് ജനറലി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം പ്രൈസിൽ വ്യത്യാസം വന്നാലും അതിൻ്റെ ഡിമാൻഡിനെ അത് വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ലക്ഷറി ഗുഡ്സ്, പ്രസ്റ്റീജ് ഗുഡ്സ്. ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുതലുള്ള, അല്ലേ, ലക്ഷറി ഗുഡ്സ്. അത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ലക്ഷറി ഗുഡ്സിൻ്റെ ഡിമാൻഡ് പ്രൈസിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സാണ്. സോ അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ ഡിമാൻഡ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വില കൂടിയാലും കുറഞ്ഞാലും എത്ര കൂടിയാലും അത് വാങ്ങും. ഓക്കെ, അപ്പോൾ
നെസസറി ഗുഡ്സിൻ്റെയും പ്രസ്റ്റീജ് ഗുഡ്സിൻ്റെയും ഡിമാൻഡ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ലക്ഷറി ഗുഡ്സിൻ്റെ ഡിമാൻഡ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ആൻഡ് വെൽത്ത് ഡിമാൻഡിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് വെച്ചിട്ടാണ് നോക്കുന്നത്, നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും. നോർമൽ ഗുഡ്സ് എന്ന് വെച്ചാൽ നോർമലി എല്ലാവരും വാങ്ങുന്ന ഗുഡ്സാണ് നോർമൽ ഗുഡ്സ്. ബട്ട് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞത്, നമ്മൾ ഡിസ്കൗണ്ടിനൊക്കെ കിട്ടുന്നത്, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ആൾക്കാരുടെ കയ്യിൽ ഇൻകം ആൻഡ് വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഗുഡ്സിനായിരിക്കും ഡിമാൻഡ് കൂടുക. അതേസമയം ആൾക്കാരുടെ ഇൻകം വെൽത്ത് കുറയുന്ന സമയത്ത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പം നോർമൽ ഗുഡ്സും എൻ്റെ ഡിമാൻഡും ഇൻകം ആൻഡ് വെൽത്തും ഒരു പോസിറ്റീവ് റിലേഷനാണ്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡും കൂടും. അതേസമയം ഇൻഫീരിയർ ഗുഡ്സിന് ഒരു നെഗറ്റീവ് റിലേഷനാണുള്ളത്. അതായത് ആൾക്കാരുടെ ഇൻകം കുറയുമ്പോഴാണ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുക. നെക്സ്റ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ക്ലോത്തിങ്, ഇപ്പം ഫുഡാണെങ്കിലടക്കം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫാഷൻ, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡിലും വ്യത്യാസം വരും. അത് ആ കാറ്റഗറിയിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഹാബിച്വൽ പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് കൺസ്യൂമേഴ്സ് അത് അവരുടെ ഹാബിറ്റായിപ്പോയി, അതായത് അതില്ലാതെ പറ്റില്ല. അപ്പം അത് അതിൻ്റെ പ്രൈസും ഡിമാൻഡും തമ്മിലൊരു റിലേഷനുമില്ല, അത് സ്റ്റേബിളായിരിക്കും. കാരണം പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഹാബിച്വൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് ഫാക്ടറാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പം ഒരു 2 കമ്മോഡിറ്റീസ് അത് തമ്മിൽ റിലേറ്റഡ് ആണെങ്കിൽ അതിനാണ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. ഓക്കെ, റിലേറ്റഡ് ഗുഡ്സ് തന്നെ 2 തരത്തിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. ഇനി എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്മോഡിറ്റി മറ്റൊരു കമ്മോഡിറ്റിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുക. നമ്മളെപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ടീ ആൻഡ് കോഫി. ഓക്കെ, ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അപ്പോൾ ഇനി ടീ ഇല്ലെങ്കിൽ നമ്മൾക്ക് കോഫി യൂസ് ചെയ്യാം അല്ലേ. ഇനി കോഫിയാണ് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇത് കോഫി ഇല്ല, ടീ ആയിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുക. അതിൻ്റെ ഡിമാൻഡ് നമ്മൾ നോക്കുക, ഒരു ഗുഡ്സിൻ്റെ പ്രൈസും മറ്റൊരു ഗുഡ്സിൻ്റെ ഡിമാൻഡ് തമ്മിലുള്ള റിലേഷനാണ് നോക്കാം. ഓക്കെ, അതിൽ പറയുന്നത്, ഇഫ് ദ പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി ഇൻക്രീസസ്, ഡിമാൻഡ് ഫോർ ഒറിജിനൽ കമ്മോഡിറ്റി വിൽ ഇൻക്രീസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുവാണെങ്കിൽ അനദർ കമ്മോഡിറ്റി, അതിന് ഒറിജിനൽ ആയിട്ടുള്ള കമ്മോഡിറ്റി ഏതാണോ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ടീയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ, അതേസമയം ടീയുടെ പ്രൈസ് കൂടുവാണെങ്കിൽ കോഫിക്ക് ഡിമാൻഡ് കൂടും. ഓക്കെ, അതാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദേ യൂസ്ഡ് ടുഗെദർ, അത് ഒന്നിച്ചാണ് യൂസ് ചെയ്യുന്നത്. 2 ഗുഡ്സ് ഒന്നിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഒന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് പെൻ ആൻഡ് ഇങ്ക്. ഇങ്ക് യൂസ് ചെയ്തിട്ട് എഴുതുന്ന പെന്ന്. ഓക്കെ, ആ പെന്ന് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതേസമയം ഇങ്ക് മാത്രമായിട്ടും കാര്യമില്ല. ഇത് 2ഉം കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ, ഇഫ് ദ ഡിമാൻഡ് ഓഫ് ഒറിജിനൽ കമ്മോഡിറ്റി ഇൻക്രീസസ്, ഓക്കെ, ദ ഡിമാൻഡ് ഫോർ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഓൾസോ വിൽ ഇൻക്രീസ്. ഓക്കെ, എന്താണ്, ഇപ്പം പെന്നിൻ്റെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ, പെന്നിൻ്റെ ഡിമാൻഡ് കൂടാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവാം. പ്രൈസ് കുറയുകയോ അതിൻ്റെ യൂസസ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പെന്നിൻ്റെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്കിൻ്റെ ഡിമാൻഡും കൂടും എന്നുള്ളതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ റിലേഷൻ. നെക്സ്റ്റ് വണ്ണാണ് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻസ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യാം. അതായത് കൺസ്യൂമർ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾ ജസ്റ്റ് നോക്കും പ്രൈസ് എത്രയുണ്ട്, ഇനി ഇതിൻ്റെ പ്രൈസ് കൂടാനാണോ കുറയാനാണോ ചാൻസ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യും അല്ലേ. അപ്പം ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്
നിയർ ഫ്യൂച്ചറിൽ കൂടാനാണ് ചാൻസ് എന്ന് കണ്ടാൽ അറ്റ് പ്രസൻറ്റ് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇപ്പോഴെല്ലാവരും ഇത് വാങ്ങും. ഇനി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴെല്ലാവരും വാങ്ങും. സോ പ്രസൻ്റ്ലി അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതേസമയം കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പ്രൈസ് ഫാൾ ഇൻ ഫ്യൂച്ചർ. നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടാൽ ആരും ഇപ്പോൾ വാങ്ങില്ല. അറ്റ് പ്രസൻറ്റ് അതിൻ്റെ ഡിമാൻഡ് കുറയും. ഫ്യൂച്ചറിൽ മാത്രമായിരിക്കും അതിൻ്റെ ഡിമാൻഡ് ഉണ്ടാവുക. നെക്സ്റ്റ് ഫാക്ടറാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. അഡ്വർടൈസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തും. അങ്ങനെ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് യൂസ്ഫുൾനെസ്. യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അത് യൂസ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ഉള്ള സമയത്ത് മാത്രമായിരിക്കും അതിന് ഡിമാൻഡ് ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ വിൻ്റർ ക്ലോത്ത്സ്, വിൻ്ററിൽ യൂസ് ചെയ്യേണ്ട ക്ലോത്ത്സ് ആ വിൻ്റർ സമയത്തായിരിക്കും അതിൻ്റെ ഡിമാൻഡ് കൂടുക. അതേസമയം സമ്മർ വെയിലൊക്കെ ആയി ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ വിൻ്റർ ക്ലോത്ത്സിന് ഡിമാൻഡ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടറാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. എക്കണോമിയിൽ മണി സർക്കുലേഷൻ എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ പർച്ചേസിങ് പവറിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ വ്യത്യാസം വരാം. പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടോ വാങ്ങാൻ, എങ്കിൽ കൂടുതൽ പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടും. അതേസമയം ആൾക്കാരുടെ കയ്യിലൊന്നും പൈസയില്ല, മണി സർക്കുലേഷനൊക്കെ കുറവാണ് എങ്കിൽ ആൾക്കാർ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. സോ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡുകളൊക്കെ കുറയും. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നോ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് എന്നോ പറയാം. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് സപ്ലൈ ഉണ്ട്. സപ്ലൈൻ്റെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പറയാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.